നമ്മൾ തന്നെയാണ് ദൈവം എന്ന് പറയുമല്ലോ. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എന്തെന്ന് വെച്ചാൽ, ഞാൻ മുമ്പേ കഴിഞ്ഞ വീഡിയോയിൽ ഒരു മന്ത്രം പറഞ്ഞുതരാം. മൂലതേ ബ്രഹ്മരൂപായ എന്ന് വെച്ചാൽ അത് മനുഷ്യരുടെ തന്നെയാണ്, ശരീരം തന്നെയാണ്. മധ്യതേ വിഷ്ണു രൂപായ, അത് ഇവിടാണ് വിഷ്ണു വസിക്കുന്നത്. അഗ്രജേ ശിവരൂപായ, അഗ്രം ഇവിടെയാണ് ശിവൻ വസിക്കുന്നത്. വൃഷരാജായ ദേനുമ, അപ്പോൾ നമ്മളിൽ തന്നെയുണ്ട് നമ്മൾ തേടി നടക്കുന്ന ഭഗവാൻ അല്ലേ. പിന്നെ നമ്മുടെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി നമ്മൾ എല്ലാം ചെയ്യുന്നു. ശരി, ദൈവമുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് വരാനുള്ളത് നമുക്ക് വരും. അത് കണ്ണിക്കൊള്ളാനുള്ളത് പിരിയത്താകും എന്ന് മാത്രം. നമ്മുടെ മനസ്സെപ്പോഴും നല്ലതായിരിക്കാൻ വേണ്ടിയിട്ടും മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മളെപ്പോഴും ഈശ്വരനോട് അപേക്ഷിക്കുന്നതും ഈശ്വരനെ വിളിക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ഗുണമുണ്ട്? നമ്മുടെ ജീവിതത്തിന് ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വന്നാൽ, എൻ്റെ ഭർത്താവിന് സ്ട്രോക്ക് വന്നിരിക്കുകയെന്ന് പറഞ്ഞില്ല. ഞങ്ങൾ ഇന്ന് എൻ്റെ പിള്ളേർ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്ത് തന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ വയ്യാങ്കിലും സിനിമ കാണാൻ പോവുകയാണ്. അത് എനിക്കും എൻ്റെ ഭർത്താവിനും ഒരു സന്തോഷമല്ലേ, വയ്യാതൊക്കെ ഇരിക്കുകയല്ലേ. അപ്പം ദൃശ്യം 3 ആണ് കാണാൻ പോകുന്നത്. പോയിട്ട് വന്നിട്ട് ഞാൻ അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ ഓക്കെ, സിനിമയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ സിനിമയെ പറ്റി ഒരു വീഡിയോ ഇടാം. ദൃശ്യം 3 ആണ്, എല്ലാവരും പോയി കാണും. ഞാൻ കണ്ടിട്ട് വന്ന് പറയാം. എനിക്കിഷ്ടപ്പെട്ട ഞാൻ അഭിപ്രായങ്ങളൊക്കെ പറയാം. ഓക്കെ, താങ്ക് യു.